അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന്റെ ഭാഗമായി ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിൽ എത്തി. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള ആഘോഷങ്ങൾ വെർജീനിയയിൽ നടന്നു. 4 വർഷം മുൻപ് പരാജയം അംഗീകരിക്കാതെ നിരാശനായി ക്യാപിറ്റോൾ വിടേണ്ടി വന്ന ട്രംപിന് ഇത് വിജയകരമായ തിരിച്ചുവരവ് കൂടിയാണ്. വാഷിംഗ്ടണിന് ഏകദേശം 30 മൈൽ അകലെ വെർജീനിയയിലെ സ്റ്റെർലിംഗിലുള്ള തന്റെ ട്രംപ് നാഷണൽ ഗോൾഫ് ക്ലബിലെ ആഘോഷത്തോടെയാണ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവ് ഉത്സവമാക്കിയത്. ആഘോഷത്തിനായി വാഹനവ്യൂഹം ഗോൾഫ് ക്ലബിനടുത്തെത്തിയപ്പോൾ റോഡരികിൽ തടിച്ചുകൂടിയ അഭ്യുദയകാംക്ഷികൾ ആർത്തുവിളിച്ചു. വിർജീനിയ ഗവർണർ ഗ്ലെൻ യങ്കിൻ, ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ് തുടങ്ങിയവർ അഭിനന്ദനങ്ങളുമായി എത്തി. ട്രംപ് ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തു. ഗസയിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായം നൽകിയ തന്റെ മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിനെ പ്രശംസിച്ചു. പിന്നെ ക്ലബ് ഹൌസിന്റെ ബാൽക്കണിയിൽ വന്നു. വെടിക്കെട്ടും ടെനർ ക്രിസ്റ്റഫർ മച്ചിയോയുടെ പ്രകടനവും കണ്ട് അതിഥികൾ ആഘോഷത്തിൽ പങ്കുചേർന്നു. ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിൽ നിന്ന് ഭാര്യ മെലാനിയ ട്രംപും മകൻ ബാരോണിനും ഒപ്പം സ്പെഷ്യൽ എയർ മിഷൻ 47 US മിലിറ്ററി C-32 വിമാനത്തിലാണ് ട്രംപ് വാഷിംഗ്ടണിലേക്ക് തിരിച്ചത്. നിയുക്ത പ്രസിഡന്റ് നഗരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ നേരിയ മഞ്ഞുവീഴ്ച ആരംഭിച്ചു. രാവിലെ തന്നെ പ്രതിഷേധക്കാരുടെ കൂട്ടവും തെരുവിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. സ്ത്രീകളുടെ ആവശ്യങ്ങൾ, വംശീയനീതി തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. റിപ്പബ്ലിക്കൻ ട്രംപിന്റെ 2ാം ടേം ഭരണഘടനാ അവകാശങ്ങൾക്ക് ഭീഷണിയാകുമെന്നും നടപ്പിലാക്കാനിരിക്കുന്ന നയങ്ങൾക്കെതിരെ അണിനിരക്കുമെന്നും പ്രതിഷേധക്കാർ. ഇന്ന് ട്രംപ് ആർലിംഗ്ടൺ ദേശീയ സെമിത്തേരിയിൽ പുഷ്പചക്രം സമർപ്പിക്കും. പിന്നീട് വാഷിംഗ്ടണിലെ ക്യാപിറ്റൽ 1 അരീനയിൽ നടക്കുന്ന റാലിയിൽ പങ്കെടുക്കും. റാലിക്കു ശേഷം ഒരു സ്വകാര്യ അത്താഴ വിരുന്നിന് പോകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.